ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. സദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലേ ശർക്കര വരട്ടി. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് വീട്ടിലുണ്ടാക്കി എടുക്കുന്നതിന് തന്നെയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. ഇത് വിളഞ്ഞ കായാണ്, നന്നായിട്ട് കഴുകി തുടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി 2 സൈഡ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നീളത്തിൽ ഇങ്ങനെ കത്തി കൊണ്ട് മുറിച്ചു കൊടുക്കാം. ഇങ്ങനെ മുറിക്കുമ്പോൾ കായയിൽ കത്തി കൊള്ളാതിരിക്കാൻ നോക്കാം. ഇനി ഇതുപോലെ ഇളക്കിയെടുക്കാം. ഈ കായയുടെ തോല് കളയരുത്. ഇത് നമുക്ക് തോരൻ വയ്ക്കാനോ അല്ലെങ്കിൽ ഒഴിച്ചുകറി വയ്ക്കാനോ ഒക്കെ യൂസ് ചെയ്യാം. തോരൻ വയ്ക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം ഇളക്കിയെടുക്കുക. തോലെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തോല് കളഞ്ഞ കായ ഇതിലോട്ട് മുക്കി വയ്ക്കാം. 20 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് വെള്ളം നന്നായിട്ട് തുടച്ചു മാറ്റാം. ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ കൊണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചെടുക്കാം. വെള്ളം തുടച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ കായ കട്ട് ചെയ്തെടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. ഇനി ഇത് നമുക്ക് നീളത്തിൽ മുറിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അധികം കട്ടി കൂടിപ്പോയാൽ അകമൊന്നും വെന്ത് കിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടും വരില്ല. അപ്പോൾ കുറച്ച് അരിയുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ഈ അരിയുന്ന വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. ചരിച്ചൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നീളം കിട്ടും. എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഓരോന്നും ഓരോ വേവായി പോവും. അപ്പം എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ കായ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയ്ക്കിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. തീ കൂട്ടിയിട്ടാൽ പുറമേയൊക്കെ മുരിഞ്ഞു വരും, പക്ഷെ അകമൊന്നും വെന്ത് കിട്ടില്ല. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കായ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് വറുത്തെടുക്കാൻ പറ്റില്ല, പകുതിയായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഇടുമ്പോൾ നല്ല പതഞ്ഞു വരും എണ്ണ. ഈ പതയൊക്കെ ലാസ്റ്റ് മാറി കിട്ടും. പുറമേ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോഴേക്ക് സൗണ്ട് കേട്ട് തുടങ്ങും. അപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് മാറ്റരുത്. ഈ പത കംപ്ലീറ്റ് മാറിയാലേ നമ്മൾ എടുത്ത് മാറ്റാവൂ. എന്നാലേ അകമൊക്കെ നന്നായിട്ട് വെന്ത് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. കുറച്ച് സമയം എടുക്കും. വറുക്കാൻ ഇടുമ്പോൾ കായയുടെ പീസ് ഒട്ടിയിരിക്കുകയാണെങ്കിൽ തവി കൊണ്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. വറുത്തതിന് ശേഷം നമ്മൾ ഇളക്കി എടുത്താൽ അത് ശരിയാവില്ല. അല്ലെങ്കിൽ എണ്ണയിലോട്ട് ഇടും മുന്നേ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടോ, പതയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇളക്കുമ്പോൾ സൗണ്ടും കേൾക്കുന്നുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും വറുത്തെടുക്കാം. അപ്പം ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇതുണ്ടോ സൗണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പൊക്കെ ചെയ്താൽ മതി. 2-3 മണിക്കൂർ ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഉടനെ തന്നെ ചെയ്താൽ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. ഒട്ടും ചൂട് കാണാൻ പാടില്ല. ഇനി നമുക്ക് ശർക്കര പാനി കാച്ചി എടുക്കണം. ഞാനിവിടെ 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് പാനി കാച്ചി എടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. കുറുക്കിയൊന്നും എടുക്കണ്ട. അപ്പോൾ ശർക്കര എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ശർക്കരയിൽ പൊടി വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അരിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് കുറുക്കിയെടുക്കണം. മീഡിയം തീയിലിട്ടിട്ട് കുറുക്കിയെടുക്കുക. അടിയിൽ പിടിക്കരുത്, കൂടുതലായിട്ട് കുറുകി പോവുകയും ചെയ്യരുത്. ഇത്രയും പൊടികൾ നമ്മൾ നേരത്തെ ഒന്ന് എടുത്തു വയ്ക്കണം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചുക്കുപൊടി. ഇതെല്ലാം നേരത്തെ എടുത്തു വയ്ക്കുന്നത് ഒന്ന് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കണം. ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്ക് കുറച്ചൊന്ന് എടുത്തിട്ട് നമ്മുടെ വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നീക്കി നോക്കുക. അപ്പോൾ ഒരു നൂല് പോലെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് കറക്റ്റ് പാകമാണ്. അപ്പോൾ തന്നെ നമ്മൾ തീ കുറച്ചിടണം. കൂടുതൽ നേരം തിളപ്പിച്ചാൽ പിന്നെയും കുറുകിപ്പോവും. കുറുകിപ്പോയാൽ നമ്മുടെ കായിൽ നല്ലപോലെ പിടിച്ചു വരില്ല.
പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തീ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കായുടെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ തന്നെ ഇളക്കുക. എല്ലാ പീസിന്റെ എല്ലാ ഭാഗത്തും ആയി വരണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കറികൾക്കൊക്കെ ചേർക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്തിട്ട് ചേർത്താൽ പോരാ. അതുകൊണ്ടാണ് നേരത്തെ എടുത്തു വെക്കാൻ പറഞ്ഞത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മൊത്തം പഞ്ചസാരയെ ഒന്നിച്ച് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന അരിപ്പൊടിയും പഞ്ചസാരയും ഒക്കെ എല്ലാ കഷ്ണത്തിലും പിടിച്ചു വരണം. എന്നാലേ ലാസ്റ്റ് നല്ല കറക്റ്റായിട്ട് പാകത്തിന് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ചേർത്തിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് പഞ്ചസാര ആകാത്ത കഷ്ണത്തിൽ വീണ്ടും വിതറി കൊടുക്കുക. അങ്ങനെ ഇളക്കി എടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ പൊടിയും 2 ടേബിൾ സ്പൂൺ നല്ല നൈസായിട്ടുള്ള ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, അതുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പുട്ടുപൊടിയും ഇടിയപ്പത്തിൻ്റെ പൊടിയും ഉണ്ടെങ്കിൽ രണ്ടും ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുക. ഇല്ലെങ്കിൽ ഏതാണോ ഉള്ളത് അത് 4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പുട്ടുപൊടി ചേർക്കുന്നതാണ് കൂടുതലും നല്ലത്. അരിപ്പൊടി ചേർക്കുമ്പോഴും നേരത്തെ പഞ്ചസാര ചേർത്ത പോലെ തന്നെ കുറച്ചായിട്ട് ചേർത്തിട്ട് ഇളക്കിയിട്ട് വേണം ചേർക്കാൻ. എല്ലാ കഷ്ണത്തിലും ആയി വരെയും വേണം. അപ്പോൾ എല്ലാത്തിലും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണത്തിലും പുട്ടുപൊടിയും പഞ്ചസാരയൊക്കെ ആയി വന്നിട്ടുണ്ട്. എല്ലാം വേറിട്ട് വരുന്നുണ്ട്. ഇതുപോലെ വേണം നിങ്ങളും മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. ഇത് ബാക്കി വന്ന ശർക്കരയാണ്. ഇത് നമ്മൾ കളയണ്ട. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒരു പാനിയായിട്ട് കിട്ടും. അപ്പോൾ അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പുളി ഇഞ്ചിക്ക് യൂസ് ചെയ്യാം. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കുറച്ചൊന്ന് നെയ്യ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ അരവണ പായസം പോലെ ഇരിക്കും. കുട്ടികൾ അപ്പം തന്നെ കുടിച്ചു തീർക്കും. അപ്പം നമ്മുടെ ഉപ്പേരി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കായ അരിഞ്ഞെടുക്കുമ്പോഴും വറുത്തെടുക്കുമ്പോഴും ശർക്കര പാനി കാച്ചി എടുക്കുമ്പോഴൊക്കെയാണ്. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലോ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ഇട്ട് വെക്കാം. അപ്പോൾ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.